ഹായോ നമുക്കറിയാം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഒരു പോസ്റ്റാണ്. ആ ഒരു എക്സാമിനേഷന് കഴിഞ്ഞ വർഷം അതായത് ഇതിനു മുമ്പ് നടന്ന എക്സാമിനേഷനിൽ 500-ലധികം നിയമനങ്ങൾ നടന്നതാണ്. അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഏതാണ്ട് 600-ലധികം നിയമനങ്ങൾ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവാണ്. ആ ഒരു എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന, അതായത് അടുത്ത മാസം ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഇന്ന് ഈ മാസം കടന്നു പോവുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ അധികം ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതിനോടകം അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒരു അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു എക്സാമിനേഷൻ ആയിരിക്കും, എന്നാൽ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ളതുമായിരിക്കും. മാത്രവുമല്ല ഇതൊരു ടെക്നിക്കൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ജനറൽ PSCയുടേതിനായ സമാനമായിട്ടൊരു മത്സരം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഈ നോട്ടിഫിക്കേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. കാറ്റഗറി നമ്പർ 735/2025 എന്ന നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിനകത്ത് പ്രൊമോഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബിടെക്കുകാരൊക്കെ ഇത് അപ്ലൈ ചെയ്യുക തന്നെ വേണം. കാരണം നിങ്ങൾക്ക് ഇതിലിരുന്നുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ എഴുതി വളരാനുള്ള സാധ്യതയുണ്ട്. സാലറി സ്കെയിൽ 27 തുടങ്ങി 73,600 അവസാനിക്കുന്ന ഒരു നല്ല പാക്കേജ് ഉള്ളൊരു പോസ്റ്റാണ്. വേക്കൻസി നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് ആണ് എന്ന് കരുതുന്നത് നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ടാണ്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ പിറ്റേന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ് PSCയുടെ പുതിയ ഒരു രീതി. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് PSC പോകുന്നത്. നമ്മളും അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറണം. അതുകൊണ്ട് നിയമനങ്ങൾ നടക്കും. വേക്കൻസി ഇല്ല എന്ന് കരുതി ആരും അപ്ലൈ ചെയ്യരുത്. ഓർക്കണം, 600-നടുത്ത് നിയമനങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നടക്കുന്നതാണ്. ഇതുപോലെ തന്നെ അടുത്ത ടേമിലും ഇതേ നിയമനങ്ങൾ, ഇതേ ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ്. അപേക്ഷിക്കാനുള്ള പ്രായം ആസ് യൂഷ്വൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ ഒരു പ്രായപരിധിയാണ്. OBC SC ST വിഭാഗങ്ങൾക്ക് ആനുപാതികമായ ഇളവ് കിട്ടും. OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. യോഗ്യത എന്ന് പറഞ്ഞാൽ SLC പാസ്സായ ശേഷമുള്ള IT ആണ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇക്വലൻസി ആയിട്ട് KGVT വെച്ചിട്ടുണ്ട്. അതായത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഫോർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഡിപ്ലോമക്കാർക്ക് ഹയറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി NDC ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിടെക്കുകാർക്ക് ഇത് ഹയർ വെച്ചിട്ട് ഇക്വലൻസി അല്ലെങ്കിൽ ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻസി ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വീഡിയോ നേരത്തെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതിൽ ഉള്ള ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൈഡ് സ്ട്രീമുകളിൽ നിന്നും നിങ്ങൾക്ക് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ IT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ അവസാനമായിട്ട് വന്ന ഒരു എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ്. അതിൽ DOE 7/2/2023 വന്നു. അന്ന് ഇതിന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 44.67 മാർക്കും മാക്സിമം മാർക്കായിട്ട് വന്നത് 82.33 മാർക്കുമായിരുന്നു. അന്ന് ടോട്ടൽ അഡ്വൈസ് 580 പോയിട്ടുണ്ട്. അപ്പോൾ 600 ആവും, ഉറപ്പാണ്. ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേന് 600 ആവും. അന്ന് മെയിൻ ലിസ്റ്റിൽ ഏതാണ്ട് 1051 പേര് അതിൽ ഇടം മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്രയും പേർക്ക് നിയമനങ്ങളും പോയി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, നിയമന സാധ്യത ഉള്ളൊരു പോസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനേഷൻ്റെ സ്ലോട്ട് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലാണ് കേരള PSC ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പം ഈ ഒരു എക്സാമിനേഷനുള്ള കോഴ്സിന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള സമയം ഓർക്കണം, ജനുവരി കടന്നു പോയി കഴിഞ്ഞു, ഫെബ്രുവരി എത്തി. ഇങ്ങനെ പെട്ടെന്നായിരിക്കും സമയം കടന്നു പോകുന്നത്. നമുക്ക് ഇനിയുള്ള സമയം എഫക്റ്റീവായി യൂസ് ചെയ്തെങ്കിലേ നമുക്കൊരു ജോലിയിൽ കയറാൻ കഴിയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുമെന്ന് കരുതുന്നു. ഈ കൃത്യമായിട്ട് യൂട്ടിലൈസേഷനാണ് നമ്മളെ സക്സസ്സിൽ എത്തിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിൽ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ ഒരു പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്നതിനും ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.